Hello everyone, welcome to the course on Electrical Machine Design. Since we are dealing with the Module 1 we have completed Principles of Electrical Machine Design and General Design Considerations followed by Types of Enclosures and Types of Ventilations. Okay, today we are entering to Specifications of Machines, what is heating, what is short time rating, and finally overload capacity followed by temperature rise time curve and hotspot rating. First one, specifications of a machine. നമുക്ക് ജനറലി ഒരു മെഷീൻ്റെ സ്പെസിഫിക്കേഷൻസ് ഏതൊക്കെ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് റേറ്റിംഗ് ഓഫ് മെഷീൻ. മെഷീൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റിംഗ് സ്പെസിഫിക്കേഷൻ ടേംസിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഏത് ടൈപ്പ് എൻക്ലോഷർ ആണ്, മെഷീനെ നമ്മൾ എങ്ങനെ എൻക്ലോസ് ചെയ്തു എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ടൈപ്പ് ഓഫ് എൻക്ലോഷേഴ്സ്, അതിൽ ഏത് ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തതെന്നുള്ളത് നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ടി വരും. അതുകൂടാതെ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ് ഓഫ് കണ്ടക്ടേഴ്സ് ടു ബി യൂസ്ഡ് ഫോളോഡ് ബൈ നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, ഏത് ടൈപ്പ് കണ്ടക്ടേഴ്സ് ആണ്, അതുകൂടാതെ നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസ്. പിന്നെ ഉള്ളത് പെർഫോമൻസ് സ്പെസിഫിക്കേഷൻസ്, മെഷീൻ്റെ പെർഫോമൻസ് സ്പെസിഫിക്കേഷൻസ്. ദെൻ ടൈപ്സ് ഓഫ് ഇൻസുലേഷൻ, ഏത് ടൈപ്പ് ഇൻസുലേഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് എന്നുള്ളത്. ദെൻ പെർമിസിബിൾ ടെമ്പറേച്ചർ റൈസ്, പെർമിസിബിൾ ടെമ്പറേച്ചർ റൈസ്. ദെൻ പെർമിസിബിൾ ലോസ് ആൻഡ് റേഞ്ച് ഓഫ് എഫിഷ്യൻസി. ദെൻ പ്രൊസീജിയർ ഫോർ ടെസ്റ്റിംഗ് മെഷീൻസ് ആൻഡ് മെഷീൻ പാർട്സ്. ദെൻ ഓക്സിലറി എക്യുപ്മെന്റ് ടു ബി പ്രൊവൈഡഡ്, ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഓക്സിലറി എക്യുപ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ അത്തരം എക്യുപ്മെന്റ്സ്. ഫൈനലി കൂളിംഗ് മെത്തേഡ്സ് ടു ബി അഡോപ്റ്റഡ്, ഏത് ടൈപ്പ് കൂളിംഗ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ഇത്രയും ജനറൽ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ മെഷീൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയാൻ പറ്റും. ട്രാൻസ്ഫോമറിന്റെ നോക്കാം. ഫസ്റ്റ് കേസിൽ ട്രാൻസ്ഫോമറിന്റെ സ്പെസിഫിക്കേഷൻസ്. ഫസ്റ്റ് വൺ, അതിന്റെ പവർ ഔട്ട്പുട്ട് ഇൻ KVA ഓർ MVA. എന്തുകൊണ്ടായിരിക്കും ട്രാൻസ്ഫോമറിന്റെ പവർ ഔട്ട്പുട്ട് KVA അല്ലെങ്കിൽ MVA പറയാൻ കാര്യം? നമുക്കറിയാം ട്രാൻസ്ഫോമറിൽ പ്രധാനപ്പെട്ട രണ്ട് ലോസുകളാണുള്ളത്. ഒന്ന് അയൺ ലോസും മറ്റേത് കോപ്പർ ലോസും. അയൺ ലോസ് വോൾട്ടേജിനെയും കോപ്പർ ലോസ് കറണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ലോഡ് പവർ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ എന്ത് ചെയ്യാം, വോൾട്ടേജിനെയും കറണ്ടിനെയും ആയതുകൊണ്ട് നമുക്ക് അതിന്റെ പവർ ഔട്ട്പുട്ട് ഏതിലാണ് പറയുന്നത്, KVA അല്ലെങ്കിൽ MVA പറയുന്നത്. ദെൻ വോൾട്ടേജ് റേഷ്യോ ഓൺ നോ ലോഡ്, പ്രൈമറി ടു സെക്കൻഡറി വോൾട്ടേജ് റേഷ്യോ നോ ലോഡിന്റെ കേസിൽ. പിന്നെ എന്താണ് ഫ്രീക്വൻസി, ഫ്രീക്വൻസി എത്രയാണെന്നുള്ളത്. നമ്പർ ഓഫ് ഫേസസ്, ലോ വോൾട്ടേജ് ആണോ ഹൈ വോൾട്ടേജ് ആണോ, പെർസെൻറ്റേജ് ടാപ്പിംഗ് ആൻഡ് മാക്സിമം ടെമ്പറേച്ചർ റൈസ്, ഏത് ടെമ്പറേച്ചർ വരെ അതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ദീസ് ആർ ദ സ്പെസിഫിക്കേഷൻ ടേംസ് ഓഫ് എ ട്രാൻസ്ഫോമർ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു DC ജനറേറ്റർ ഓഫ് മോട്ടോർ. ഓക്കെ, DC ജനറേറ്റർ അല്ലെങ്കിൽ മോട്ടറിന്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ സ്പെസിഫിക്കേഷൻസ് പറയുന്നത്. ഫസ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ഫീൽഡ് എക്സൈറ്റേഷൻ. സെക്കൻഡ് വൺ, റേറ്റഡ് ഔട്ട്പുട്ട് പവർ, ഏത് ഫീൽഡ് എക്സൈറ്റേഷൻ ആണ്, അതിന്റെ ഔട്ട്പുട്ട് പവർ എത്ര, റേറ്റഡ് വോൾട്ടേജ് എത്ര, സ്പീഡ്, ടൈപ്പ് ഓഫ് എൻക്ലോഷർ, ഏത് ടൈപ്പ് എൻക്ലോഷർ നമ്മൾ യൂസ് ചെയ്തു, ടൈപ്പ് ഓഫ് ഡ്യൂട്ടി മീൻസ് ഏത് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്, റേറ്റഡ് കറണ്ട്, മാക്സിമം ടെമ്പറേച്ചർ റൈസ്. സോ ദീസ് ആർ ദ സ്പെസിഫിക്കേഷൻ ടേംസ് ഓഫ് എ DC ജനറേറ്റർ ഓഫ് മോട്ടോർ. നമുക്ക് ഇനി ഒരു മെഷീനും കൂടെ ഉണ്ട്, ഏതാണ്, AC മെഷീൻസ്. AC മെഷീൻസിന്റെ കേസിൽ നമ്മൾ ഏതൊക്കെയാണ് പറയുന്നത്, അത് ജനറേറ്റർ ആണോ ആക്ട് ചെയ്യുന്നത്, മോട്ടർ ആയിട്ടാണോ ആക്ട് ചെയ്യുന്നത് എന്നുള്ളത്. സെക്കൻഡ് വൺ റേറ്റഡ് ഔട്ട്പുട്ട്, തേർഡ് വൺ റേറ്റഡ് വോൾട്ടേജ്, ഫോർത്ത് വൺ ഫ്രീക്വൻസി ആൻഡ് ഫിഫ്ത് വൺ സ്പീഡ്. ദെൻ നമ്പർ ഓഫ് ഫേസസ്, ദെൻ ടൈപ്പ് ഓഫ് ഡ്യൂട്ടി, ഏത് തരം ആപ്ലിക്കേഷൻ ആണ്, ടൈപ്പ് ഓഫ് എൻക്ലോഷർ, ടൈപ്പ് ഓഫ് കൂളിംഗ്, ദെൻ മാക്സിമം ടെമ്പറേച്ചർ റേഞ്ച്. ഓക്കെ, ഇതൊക്കെയാണ് AC മെഷീന്റെ കേസിൽ സ്പെസിഫിക്കേഷൻ ടേംസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വി ആർ എൻറ്ററിങ് ടു ഹീറ്റിംഗ്. നമുക്കറിയാം ഹീറ്റ് എപ്പോഴാണ് ഉണ്ടാകുന്നത് മെഷീന്റെ കേസിൽ. ഹീറ്റ് ഉണ്ടാകുന്നത് മെഷീനിൽ ലോസസ് ഉണ്ടാകുമ്പോഴാണ് ഹീറ്റ് ഉണ്ടാകുന്നത്. മെഷീന്റെ കേസിൽ പ്രധാനപ്പെട്ട രണ്ട് ലോസുകളാണ് കോർ ലോസും കോപ്പർ ലോസും. അതാണ് ആക്ച്വലി എന്തിന്റെ ഫോമിൽ നമുക്ക് കിട്ടുന്നത്, ഹീറ്റ് ഫോമിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ ഉണ്ടാകുന്ന ഹീറ്റിനെ നമ്മൾ അപ്പൊ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റും, മെഷീൻ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. സോ അത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺസൈൻ ആയിരിക്കണം. ദെൻ എത്ര സമയം നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തു, ഏത് ടൈപ്പ് ഓഫ് ലോഡ്, അതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഹീറ്റിങ്ങിനെ, ഹീറ്റ് പ്രൊഡ്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് ഏത് ഡ്യൂറേഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അനുസരിച്ച് നമുക്ക് പ്രധാനപ്പെട്ട ഡ്യൂട്ടീസും റേറ്റിംഗ്സും ഒക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഫസ്റ്റ് വൺ, കണ്ടിന്യൂസ് ഡ്യൂട്ടി. കണ്ടിന്യൂസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് ലോഡ് എന്ന് പറയുന്നത് സഫീഷ്യന്റ്ലി ലോങ് ടൈം ആയിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഒരുപാട് സമയം നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്,
മോട്ടോർ ഫൈനലി തെർമൽ ഇക്വിലിബ്രിയത്തിൽ അറ്റൈൻ ചെയ്യും. പക്ഷെ ഷോർട്ട് ടൈം ഡ്യൂട്ടി ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? കുറച്ച് സമയം മാത്രമേ ലോഡ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഹിയർ ദ മെഷീൻ വിൽ ഓപ്പറേറ്റ് അറ്റ് കോൺസ്റ്റന്റ് ലോഡ് ഫോർ സം സ്പെസിഫൈഡ് ടൈം വിച്ച് ഈസ് ദെൻ ഫോളോഡ് ബൈ പീരീഡ് ഓഫ് റെസ്റ്റ്. അതായത് കുറച്ച് സമയം മാത്രം ലോഡ് അപ്ലൈ ചെയ്യും, അത് കഴിഞ്ഞ് പിന്നെയുള്ള സമയത്തെല്ലാം പീരീഡ് ഓഫ് റെസ്റ്റ് ആയിരിക്കും. സോ കണ്ടിന്യൂസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സഫീഷ്യന്റ്ലി ലോങ് ടൈം. ഷോർട്ട് ടൈം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രം, സ്പെസിഫൈഡ് ടൈം. ഓക്കെ, ആ സമയത്ത് മാത്രം നമ്മൾ സ്പെസിഫൈ ചെയ്ത് വെക്കുക. ഈ ഷോർട്ട് ടൈമിലുള്ള റേറ്റിംഗ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഓക്കെ, ദ ഷോർട്ട് ടൈം റേറ്റിംഗ് ഓഫ് എ മോട്ടോർ മേ ബി ഡിഫൈൻഡ് ആസ് ദ ഔട്ട്പുട്ട് പവർ ആണ്, ഔട്ട്പുട്ട് അറ്റ് വിച്ച് ഇറ്റ് മേ ബി ഓപ്പറേറ്റഡ് ഫോർ എ സർട്ടൈൻ സ്പെസിഫൈഡ് ടൈം. ഒരു പെർട്ടിക്കുലർ ടൈം മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നു വിതൗട്ട് എക്സീഡിങ് മാക്സിമം പെർമിസിബിൾ വാല്യൂ ഓഫ് ടെമ്പറേച്ചർ റൈസ്. ഓക്കെ, ക്ലാരിറ്റി വരാൻ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലോഡും ടൈമും തമ്മിലുള്ള ആദ്യത്തെ കർവ്, ടെമ്പറേച്ചറും ടൈമും തമ്മിലുള്ള സെക്കൻഡ് കർവ്. ഓക്കെ, ഫസ്റ്റ് കേസിൽ ലോഡ്, ആദ്യത്തെ കേസിൽ റെസ്റ്റ് ആണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ മാത്രം ഞാൻ ലോഡ് അപ്ലൈ ചെയ്തു. അതാണ് ഷോർട്ട് ടൈം, ഒരു പെർട്ടിക്കുലർ ചെറിയ സമയത്ത് മാത്രം. ആ സമയത്ത് ടെമ്പറേച്ചർ എന്താ ചെയ്യുന്നത്? ആദ്യ കേസിൽ റെസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ എന്താണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നില്ല. ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രം എന്താണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതൊരു ഫൈനൽ വാല്യൂയിൽ എത്തുന്നുണ്ടോ? ഇല്ല, ഫൈനൽ വാല്യൂ എത്തുന്നില്ല. ജസ്റ്റ് മുകളിൽ പോയിട്ട് തിരിച്ചാദ്യം അതിന്റെ റെസ്റ്റ് പീരീഡിലോട്ട് വരിക ചെയ്യുന്നത്. നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ പീരീഡ് ഓഫ് ഓപ്പറേഷൻ ഈസ് സോ ഷോർട്ട് ദ ടെമ്പറേച്ചർ റൈസ് ഓഫ് ദ മോട്ടോർ ഡസ് നോട്ട് റീച്ച് ഇറ്റ്സ് ഫൈനൽ സ്റ്റഡി വാല്യൂ ആൻഡ് പീരീഡ് ഓഫ് റെസ്റ്റ് ഈസ് സോ ലോങ് ദാറ്റ് മോട്ടോർ റിട്ടേൺ ടു കോൾഡ് കണ്ടീഷൻ. അതായത് അതിന്റെ ഫൈനൽ വാല്യൂയിൽ എത്തുന്നില്ല, പോയി ജസ്റ്റ് കയറി കഴിഞ്ഞപാട് തന്നെ എന്ത്, അതിന്റെ പീരീഡ് ഓഫ് റെസ്റ്റിലോട്ട് കയറുക ചെയ്യുന്നത്. നോർമലി ഷോർട്ട് ടൈം റേറ്റിംഗ്സ് പറയുന്ന കുറച്ച് ടൈംസ് ആണ്. 10 മിനിറ്റ്സ്, 30 മിനിറ്റ്സ്, 60 മിനിറ്റ്സ് ആൻഡ് 90 മിനിറ്റ്സ്. അപ്പം ഒരു പെർട്ടിക്കുലർ ടൈമിന് മാത്രം ലോഡ് അപ്ലൈ ചെയ്തിട്ട് മെഷീൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളും അതിൻ്റെ റേറ്റിംഗ് ഒക്കെ പറയുന്ന ഒരു സംഭവമാണ് ഷോർട്ട് ടൈം റേറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഓവർലോഡ് കപ്പാസിറ്റി. മെഷീന് എത്രത്തോളം നമുക്ക് ഓവർലോഡ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് നമ്മളൊരു ഫാക്ടറിന്റെ ടേമിലാണ് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ഫാക്ടർ ചൂസ് ചെയ്തിട്ട് അതാണ് ആക്ച്വലി അതിന്റെ ഓവർലോഡ് കപ്പാസിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. നമുക്കറിയാം എന്താണ് ആക്ച്വലി നമ്മുടെ മെഷീന്റെ റേറ്റിംഗിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറയുന്നത്. അതിന്റെ ഹീറ്റ് കൺസിഡറേഷൻ വെച്ചിട്ടാണ് മെഷീന്റെ റേറ്റിംഗ് നമ്മൾ യൂഷ്വലി സ്പെസിഫൈ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ലോസിന്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, പക്ഷെ എല്ലാ കേസിലും നമുക്ക് ആ ലോസ് മാത്രം എടുത്തുകൊണ്ട് കാര്യമില്ല. ചിലപ്പോൾ മോട്ടർ നോക്കാം. മോട്ടറിന്റെ കേസിൽ എന്താ, അവിടെ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടെ നമ്മൾ ടോർക്കും കൂടെ കൺസ്ട്രെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അതും ഒരു കൺസ്ട്രെയിൻ ആയിട്ട് വരും നമ്മുടെ മുമ്പിലേക്ക്. സോ അതായത് നമ്മുടെ ഹീറ്റ് ബേസിസിൽ മാത്രം എടുത്താൽ നമ്മുടെ മെക്കാനിക്കൽ റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ആവാത്ത അവസ്ഥ വരും. ആ കേസിൽ എന്ത് ചെയ്യും? നമ്മൾ ടോർക്കും കൂടെ കൺസിഡർ ചെയ്യും. അത് തന്നെ രണ്ട് രീതിയിൽ എടുക്കാം. ഈ ഡി സി മെഷീൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓവർലോഡ് കപ്പാസിറ്റി ഈസ് ബേസ്ഡ് ഓൺ കമ്മ്യൂട്ടേഷൻ. അതിന്റെ മെക്കാനിക്കൽ കമ്മ്യൂട്ടേഷന്റെ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓവർലോഡ് കപ്പാസിറ്റി ഡി സി മെഷീന്റെ കേസിൽ പറയുന്നത്. സിങ്ക്രോണസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീന്റെ കേസിൽ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മാക്സിമം ഇലക്ട്രോ മാഗ്നറ്റിക് ടോർക്കിന്റെ ബേസിസിൽ. സോ ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് നമ്മൾ ഓവർലോഡ് കപ്പാസിറ്റി സ്പെസിഫൈ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് മോട്ടോർ ഇൻസ്റ്റന്റേനിയസ് ടോർക്ക് ഓവർലോഡ് കോഎഫിഷ്യന്റ്. ഒരു പെർട്ടിക്കുലർ കോഎഫിഷ്യന്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ടേം വെച്ചിട്ടാണ് എത്രത്തോളം അതിന് ഓവർലോഡ് താങ്ങാൻ പറ്റും എന്ന് നമ്മൾ പറയുന്നത്. അത് ഡി സി മോട്ടർ ആണെങ്കിൽ നോക്കാം, ടേബിൾ നോക്കിയാൽ മതി. ഡി സി മോട്ടർ ആണെങ്കിൽ ഇറ്റ്സ് വാല്യൂ ഈസ് 2. അത് സ്പെഷ്യൽ ടൈപ്പ് ഡി സി ആണെങ്കിൽ 3 to 4 വരെയും പോകും. നെക്സ്റ്റ് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ ആണെങ്കിൽ 2 to 2.5 വരെയാണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഡബിൾ ഗേജ് അല്ലെങ്കിൽ ഡീപ് ബാർ സ്ക്വിറൽ ഗേജ് മോട്ടോഴ്സ് ആണെങ്കിൽ 1.8 to 3 വരെ. നെക്സ്റ്റ് സിങ്ക്രോണസ് മോട്ടോഴ്സ് ആണെങ്കിൽ 2 മുതൽ 2.5 വരെ. അത് സ്പെഷ്യൽ ആണെങ്കിൽ 3 മുതൽ 4 വരെയൊക്കെ പോകും. എ സി കമ്മ്യൂട്ടേറ്റർ മോട്ടോഴ്സ് ആണെങ്കിൽ 2 മുതൽ 3 വരെ. സോ ദീസ് ആർ ദ motor instantaneous torque overload coefficient that depends on overload capacity of a machine. Next we are entering into hot spot rate. Okay, നമുക്കറിയാം ഹീറ്റ് എന്തായാലും ഒരു മെഷീന്റെ കേസിൽ ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യുന്നത്? ഇപ്പം ഒരു വൈൻഡിങ് എടുക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോൾഡ് ആൻഡ് ഓമിക് റെസിസ്റ്റൻസ് കാരണമാണ് ഹീറ്റ് ഉണ്ടാകുന്നത്. അപ്പൊ എന്ത് ചെയ്യും? കോൾഡ് റെസിസ്റ്റൻസും ഹോട്ട് റെസിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ടെമ്പറേച്ചർ സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ കണ്ടുപിടിച്ചാൽ എന്ത് സംഭവിക്കും? ഒരു പെർട്ടിക്കുലർ സ്ഥലത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്തെ സെയിം ആവണമെന്നില്ല. എന്ന് വെച്ചാൽ സിൻസ് സം പോയിന്റ്സ് മോർ ഹോട്ടർ ദാൻ അതർ പോയിന്റ്സ്. അപ്പൊ ചില സ്ഥലങ്ങൾ ഒരുപാട് ചൂടായിരിക്കും മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച്. അപ്പൊ എന്ത് പറ്റും? നമ്മൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല
പല വാല്യൂസ് ആയതുകൊണ്ട് ഒരു റേറ്റിംഗ് ഫാക്ടർ ചൂസ് ചെയ്യും. ആ റേറ്റിംഗ് ഫാക്ടർ എന്താ ചെയ്യുന്നത്? യൂസസ് ദ ആവറേജ് ടെമ്പറേച്ചർ. ഓക്കെ, പ്രോബബ്ലി ഈസ് അറ്റ് ദ ഹോട്ടസ്റ്റ് സ്പോട്ട്. ഓക്കെ, ഒരുപാട് സ്ഥലത്തെ ടെമ്പറേച്ചർ നമ്മൾ സെലക്ട് ചെയ്യും, എന്നിട്ട് അതിൻ്റെയൊക്കെ ആവറേജ് എടുക്കും. അതിന്റെ ആവറേജ് എടുത്താൽ മെയിൻലി എന്താ അതിന്റെ ഏറ്റവും ഹോട്ടസ്റ്റ് സ്പോട്ടിലെ ടെമ്പറേച്ചറിന്റെ ആ റേഞ്ചിലായിട്ടും കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ഹോട്ട് റേഞ്ച്, അതായത് ഹോട്ട് സ്പോട്ടിലെ ടെമ്പറേച്ചർ എത്രയാണോ അതനുസരിച്ച് നമ്മൾ റേറ്റിംഗ് സ്പെസിഫൈ ചെയ്യുന്നതാണ് ഹോട്ട് സ്പോട്ട് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ആക്ച്വലി കണ്ടുപിടിക്കുന്നത് ഓരോ പോയിന്റിലെയും നമ്മൾ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് എടുത്ത് അതിന്റെ ഡിഫറൻസ് എടുത്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു റേറ്റിംഗ് ഫാക്ടർ ആയിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യും ഇൻ ടേംസ് ഓഫ് ആവറേജ് ടെമ്പറേച്ചർ പ്രോബബ്ലി ഈസ് അറ്റ് ദ ഹോട്ടസ്റ്റ് സ്പോട്ട്. അതാണ് ആക്ച്വലി ഹോട്ട് സ്പോട്ട് റേറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ടെമ്പറേച്ചർ റൈസ് ടൈം കർവ്. ഓക്കെ, നമുക്കറിയാം ഒരു മെഷീൻ ഏതെങ്കിലും ഒരു ലോഡിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലോഡാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കുറച്ച് എനർജി വേസ്റ്റ് ഹീറ്റ് ആയിട്ട് നമുക്ക് പോകുന്നുണ്ട്. നോ ലോഡ് ആണെങ്കിൽ കുറവായിരിക്കും, പക്ഷെ എന്നാലും അവിടെ ഉണ്ട്. പക്ഷെ നമ്മുടെ ലോഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. ആസ് ലോഡ് ഇൻക്രീസസ് ഹീറ്റ് പ്രൊഡക്ഷൻ ഇൻക്രീസസ്, ദെർബൈ ടെമ്പറേച്ചർ ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, എപ്പോഴാണോ ഹീറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഹീറ്റ് റിമൂവലിന് ഈക്വൽ ആവുന്നത്, ആ സമയത്ത് എന്ത് നടക്കില്ല, ടെമ്പറേച്ചർ കൂടില്ല. അത് അവിടെ തെർമൽ ഇക്വിലിബ്രിയത്തിൽ എത്തിയെന്ന് വേണേൽ നമുക്ക് പറയാൻ പറ്റും. ആ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് മാക്സിമം ടെമ്പറേച്ചർ അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ. ഓക്കെ, ഈ റൈസിങ് ടെമ്പറേച്ചറിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന കർവാണ് ടെമ്പറേച്ചർ റൈസ് ടൈം കർവ്. ഒരു മെഷീന്റെ കേസിൽ ടെമ്പറേച്ചർ റൈസിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം പ്ലോട്ട് ചെയ്യുന്ന കർവാണ് ടെമ്പറേച്ചർ റൈസ് ടൈം കർവ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ഫിഗർ കാണാം. ആദ്യത്തേതാണ് നിങ്ങൾക്ക് ടെമ്പറേച്ചർ റൈസ് ടൈം കർവ് അല്ലെങ്കിൽ ഹീറ്റിംഗ് ടൈം കർവ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ടെമ്പറേച്ചറിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ പ്ലോട്ട് ചെയ്യും. അത് കൂടിക്കൂടി വരും. ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തി കഴിഞ്ഞാൽ പിന്നെ അത് കൂടത്തില്ല. ഈ തെർമൽ ഇക്വിലിബ്രിയം സാറ്റിസ്ഫൈ ആയതിൽ അത് സ്റ്റഡി സ്റ്റേറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, ഈ ഹീറ്റിംഗ് ടൈം കർവിന്റെ ടൈം കോൺസ്റ്റന്റ് നമ്മൾ ഹീറ്റിംഗ് ടൈം കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. ടോ എച്ച് എന്ന് പറഞ്ഞ് അതിനെ സ്പെസിഫൈ ചെയ്യും. ഇത് നമ്മൾ ചൂട് കൂട്ടിക്കൊണ്ട്, അതായത് മെഷീന്റെ ലോഡ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇനി ഞാൻ ലോഡ് കുറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, കൂളിംഗ് ആ സംഭവിക്കുന്നത്. സോ നമുക്ക് കൂളിംഗ് ടൈം കർവും പറയാൻ പറ്റും. അതെന്താണ്, കർവ് നേരത്തെ ഗ്രാജുവലി ഇൻക്രീസ്ഡ് ആണെങ്കിൽ ഇവിടെ ഗ്രാജുവലി ഡിക്രീസ് ആയിരിക്കും. ഓക്കെ, അതിന്റെ സ്ലോപ്പ് പറയുകയാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ഐ ഇ റേസ് ടു മൈനസ് ടി ബൈ ടോ എന്ന്. അതിൽ തീറ്റ എന്ന് പറയുന്നത് പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ടെമ്പറേച്ചർ, തീറ്റ ഐ എന്ന് പറയുന്നത് ഇനീഷ്യൽ ടെമ്പറേച്ചർ റൈസ്, മൈനസ് ടോ എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ കൂളിംഗ് ടൈം കോൺസ്റ്റന്റ്, ടോ സിയുടെ വാല്യൂ ആണ് മൈനസ് ടൈം കോൺസ്റ്റന്റ്. ആ ടൈം ആണ് ടി എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഹീറ്റിംഗ് ടൈം ടെമ്പറേച്ചർ റൈസ് ടൈം കർവിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കൃത്യമായിട്ട് നോക്കുക, PPTs എല്ലാം ഒന്നുകൂടെ ഓടിച്ചു നോക്കുക, എന്നിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു.